വെൽക്കം. ഇവിടെ സംസാരിക്കുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷൻ ആൻഡ് മേ ബി നിങ്ങൾ വണ്ടർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ചില ആളുകൾക്ക് അറിയാം, ചില ആളുകൾക്ക് അറിയില്ല. ആരാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് കാണാം, പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ സ്വൈപ്പ് അവേ. ഓക്കെ, സോ എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സ്പിരിച്വൽ മിസ്റ്റിക്കൽ കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ റിയാലിറ്റിയിലേക്ക്, അതായത് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരിക. അത്രയും സിമ്പിളാണ് മാനിഫെസ്റ്റേഷൻ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ധാരണ ഉണ്ടാവും, മനസ്സിലൊരു ചിത്രം ഉണ്ടാവും, അല്ലേ? ഒരു ധാരണ ഉണ്ടാവും, എന്താണ് പോകുന്നത്, ഇങ്ങനത്തെ കറിയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ടേസ്റ്റ് കൊണ്ടായിരിക്കും, ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിരിക്കും, ഒക്കെ ഇത് ഉണ്ടാക്കാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക? മനസ്സിലൊന്നും വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യൂലല്ലോ. മനസ്സിലൊരു ധാരണ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്നു, അത് മാനിഫെസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വളരെ സിമ്പിൾ ടേംസിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിനൊരു വലിയൊരു എന്തോ ഒരു സംഭവം പോലെ എല്ലാവരും പറയുന്നത്, അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സിമ്പിളായി ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് വലിയ വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് ഇതിന് പ്രത്യേകത വരുന്നത്, ഇതിൻ്റെ വാല്യൂ വരുന്നത്, അല്ലേ? പക്ഷെ ഇതിനുള്ള പ്രോബ്ലം എന്താണ്? അതായത് മോസ്റ്റ് ഓഫ് ദ ടൈമും നമുക്ക് വേണ്ട കാര്യത്തിനെക്കാട്ടും വേണ്ടാത്ത കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ പോവുക. ഒരു ദിവസം തന്നെ നമ്മൾ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതായത്, ഇന്നും ലേറ്റ് ആയിരിക്കുന്നത് തോന്നുന്നത്, ഇന്നിപ്പം ആ ബസ് ട്രെയിൻ കിട്ടും തോന്നുന്നില്ല, ഇന്ന് ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, ഇന്നിപ്പോൾ ആ ആളെന്താ പറയുക, അവിടെ വായിരിക്കുന്നത് കേൾക്കണം, എനിക്കൊരിക്കലും എനഫ് മണി ഉണ്ടാവില്ല, എല്ലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇന്നും എന്നെ കളിയാക്കുന്ന അല്ലെങ്കിൽ കുശുമ്പ് പറയുന്ന ആളെ ഞാൻ മീറ്റ് ചെയ്യണം. അപ്പം ഓൾദോ നമ്മളെ ഒരു ദിവസത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം നല്ലതാണെങ്കിലും നമ്മൾ മോർ തിങ്ക് ചെയ്യുകയും മോർ പറയുകയും നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക. നമുക്കിഷ്ടപ്പെടാതിരുന്നല്ലെങ്കിൽ നമ്മൾ അൺകംഫർട്ടബിൾ ആക്കിയ സിറ്റുവേഷൻസാണ് നമ്മൾ മോർ പ്രൊമനൻ്റായിട്ട് ചിന്തിക്കുകയും മോർ പ്രൊമനൻ്റായിട്ട് പറയുകയും ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ മോർ ആൻഡ് മോർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ മോർ ആൻഡ് മോർ നമ്മളെ ലൈഫിൽ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ആക്ച്വലി നമ്മൾ ലൈഫിൽ സിമിലർ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈമും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലാണ് നമ്മൾ സമയം ചിലവഴിക്കുന്നത്. മാനസികമായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയ പോലും ചെയ്യാണ്ട് നമ്മൾ ചിന്തകളുടെ ആഴത്തിലേക്ക് വീണു പോയിട്ടുണ്ടാകും. ഒരു നിമിഷം നമ്മളെ ചിന്തയൊന്ന് പിടിച്ചിട്ട് നമുക്ക് മനസ്സിലാവും, എന്താല്ലോ ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം എത്രത്തോളം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ, നമ്മൾക്ക് സഹായകരമല്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ചു കൂട്ടുന്നോ അത്രയും നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ആക്ച്വലി റിയൽ ആണോ അല്ല നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണോ എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവില്ല എന്നാണ് ഈ ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത്. അതിന് ഫോർ എക്സാമ്പിളായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു മൂവി കാണുമ്പം അത് മൂവിയാണ് നമുക്കറിയാം, അതിൽ കാണിക്കുന്ന ഇമോഷൻസും പ്രോബ്ലംസും എല്ലാം ആ മൂവിക്ക് ആ റീലിനുള്ളിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ പോലും നമ്മളെ കണ്ണിന്ന് വെള്ളം വരെ നമുക്ക് ഫീൽ ആവുകയും നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ദേഷ്യം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഇമോഷൻസ് നമുക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു സീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇമോഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? അതിൻ്റെ കാര്യം നമ്മൾ അത് വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ലിസൺ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിന് ആക്ച്വലി റിയലി അറിയില്ല. അത് നമ്മളെ ബ്രെയിൻ പെർസീവ് ചെയ്യുന്നത് അത് വട്ട് എവർ യു ആർ സീയിങ് നമ്മൾ ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നാണ് വിചാരിക്കുന്നത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എല്ലാ മിക്സഡ് ഇമോഷൻസും നമുക്ക് എന്താ മനസ്സിലാക്കുക, നമുക്ക് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ളിടത്താണ് മാനിഫെസ്റ്റേഷൻ്റെ പവർ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഉപകാരപ്രദമായിട്ടില്ല, നമുക്ക് വേണ്ട, നമ്മൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം, ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുകയും അത് വിചാരിച്ച കാര്യം നടന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ സ്ഥിരമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആ പിക്ചർ ഉണ്ടാവുകയും ആ റിയാലിറ്റി നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എങ്ങനെയാണ് നമ്മളെ കയ്യിലില്ലാത്തൊരു കാര്യം നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കില്ല. അത് ഒരു പ്രാക്ടീസാണ്. ഇറ്റ് മേ ടേക്ക് സം ടൈം. ലൈക്ക് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കാൻ പറ്റും. ആദ്യം ചെറിയ ചെറിയ എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിലേക്ക് ഒരു ശീലമാക്കി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലൊരു നാരങ്ങ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നാരങ്ങ കയ്യിൽ കാണുക, നാരങ്ങ കൈകൊണ്ട് സ്പർശിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്യുന്ന സമയത്ത് നാരങ്ങേൻ്റെ ചുറ്റുമുള്ള ആ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഫീൽ ചെയ്യുക. പിന്നെ നാരങ്ങ എടുത്ത് മണത്ത് നോക്കുക. ആ മണക്കുന്ന സമയത്ത് നാരങ്ങ മണക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതിനുശേഷം നാരങ്ങ സ്ക്വീസ് ചെയ്ത് നോക്കുക. കുറച്ച് സ്ക്വീസ് ആവുന്നുണ്ട്. അതിനുശേഷം ഒരു കത്തി എടുക്കുക. ആ നാരങ്ങ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ആ നാരങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മണം നമുക്ക് ഫീൽ ചെയ്യുന്ന രസി, നമ്മൾ വായിൽ വെള്ളം വരുന്നത്. അപ്പം ഇങ്ങനെ ആണ് നമ്മൾ ആ ഒരു ഇമേജ് നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു കാര്യത്തിനെപ്പറ്റി തിങ്ക് ചെയ്യുകയും ആ ആഗ്രഹിച്ച സാധനം നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ള ഫീലിംഗ് നിങ്ങൾ റീക്രിയേറ്റുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടാനാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാറ് വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മുമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത്, എന്ത് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ ഓർത്തിട്ട് ആ ഫീലിംഗ് റീക്രിയേറ്റ് ചെയ്ത് ആ ഫീലിംഗ് ഓൾ ദ ടൈം നിങ്ങളെ മനസ്സിലായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് കാറ് കിട്ടുന്നതായും ആ കാറിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫീലിംഗ് നിങ്ങൾ ആക്ച്വലി റിയലി ഫീൽ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ കാറിൻ്റെ നമ്പർ ഇമാജിൻ, കാറിൻ്റെ കളറ്, കാറിൻ്റെ ഇൻസൈഡ് ഇരിക്കുന്നത്, കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്നത്, ലോഗോയിലൂടെ കൈ ഓടിക്കുന്നത്, സീറ്റിൽ സുഹൃത്തിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഫാമിലി ഇരിക്കുന്നതായിട്ട്, നിങ്ങൾ ഓടിച്ചെവിടെയെങ്കിലും പോകുന്നതായിട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. സോ ഇതാണൊരു ബേസിക് ഐഡിയ ഓഫ് മാനിഫെസ്റ്റേഷൻ. ഇതിൻ്റെ മോർ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം വരുന്ന വീഡിയോകളിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്ന മോർ അറിവുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില എക്സസൈസ്, ചില ടിപ്സ്, ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ദാറ്റ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, വേറെ ആൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആൾക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.